വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ തന്നെ ചെറിയ 4 കുഞ്ഞു ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ്. അതായത് മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ, അതുപോലെ തന്നെ കോഡർ, അതായത് എൻകോഡർ, ഡീകോഡർ. ഇത്രയും ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First question, what is a multiplexer? Simple question ആണ്, പക്ഷെ ഡയറക്റ്റ് അങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. What is a multiplexer? It is a type of decoder which decodes several inputs and gives one output എന്നുള്ളതാണ് ഓപ്ഷൻ എ. Then B, a multiplexer is a device which converts many signals into one. It takes one input and result into many output. It is a type of encoder which decodes several inputs and gives one output. എന്താണ് മൾട്ടിപ്ലെക്സറിന് ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ, അത് നമുക്കറിയാം. അപ്പോൾ മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് മെനി സിഗ്നൽസ് ഇൻ ടു വൺ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. നമുക്ക് ഒരുപാട് സിഗ്നൽസിനെ ഒരു ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മൾട്ടിപ്ലെക്സിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ, അതേപോലെ. സോ മൾട്ടിപ്ലെക്സർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട്സ് മെനി സിഗ്നൽസ് ഇൻ ടു വൺ എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Combinational circuits are digital circuits that have memory elements, include flip-flops, generate output based on input only, use feedback. അപ്പോൾ നമ്മുടെ ഈ മാക്സ് ആയാലും നമ്മുടെ കോഡർ ഒക്കെ ആയാലും അതെല്ലാം നമ്മുടെ കോമ്പിനേഷണൽ സർക്യൂട്ട്സിനകത്ത് വരുന്നതാണ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് അതിനെ ഇൻപുട്ടിനെ ബേസ് ചെയ്ത് മാത്രമാണ്, അല്ലാതെ അവിടെ ഒരു ഫീഡ്ബാക്കോ വേറെ എന്തെങ്കിലും ടൈം പീരീഡ് സെറ്റ് ചെയ്ത് വെക്കോ അങ്ങനെ പരിപാടിയൊന്നുമില്ല. So combinational circuits are digital circuits that generate output based on input only എന്നുള്ളതാണ് right answer. Third question, the main building blocks of combinational circuit. Combinational circuitന്റെ main building blocks ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? Of course, answer is logic gates തന്നെയാണ്, logic gates ആണ്. The output of a combinational circuit changes continuously with time at regular intervals in response to clock signals ഇൻസ്റ്റന്റേനിയസ്ലി വിത്ത് ഇൻപുട്ട് ചേഞ്ചസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, കോമ്പിനേഷണൽ സർക്യൂട്ട് ഇൻപുട്ടിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ടൈമിനനുസരിച്ചോ എന്തെങ്കിലും ക്ലോക്ക് സിഗ്നലിനനുസരിച്ചോ ഒന്നും അവിടെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നില്ല. വേരി ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? ഇൻപുട്ടിന്റെ ചേഞ്ചിനനുസരിച്ച്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ്ലി വിത്ത് ഇൻപുട്ട് ചേഞ്ചസ് ആണ് ഔട്ട്പുട്ട് ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട് വേരി ചെയ്യുന്നത്. സോ ഫിഫ്ത് ക്വസ്റ്റ്യൻ, എ മൾട്ടിപ്ലെക്സർ ഈസ് യൂസ്ഡ് ടു ആഡ് ബൈനറി നമ്പേഴ്സ്, multiply binary numbers, divide binary numbers, select one of many input lines based on a selected signal. എന്താണ് മൾട്ടിപ്ലെക്സർ? ഇതിപ്പം തന്നെ ഇവിടെ ഒരു 4x1 മൾട്ടിപ്ലെക്സറിന്റെ ഫിഗർ ആണ്, ഒരു ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് 4 ഇൻപുട്സ് ഉണ്ട്, മാക്സിമം നമ്മൾ പറഞ്ഞ ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ, 2 സെലക്ട് ലൈൻസും ഉണ്ട്. അതായത് ഇൻപുട്സിനനുസരിച്ച് സെലക്ട് ലൈൻസിന്റെ എണ്ണം മാറും. അപ്പോൾ ഈ സെലക്റ്റഡ് സിഗ്നൽ അനുസരിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും മെനി ഇൻപുട്സിൽ നിന്നും ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലെക്സ്, അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും അല്ല അല്ലേ. സോ മൾട്ടിപ്ലെക്സർ ഈസ് യൂസ്ഡ് ടു സെലക്ട് വൺ ഓഫ് മെനി ഇൻപുട്ട് ലൈൻസ് ബേസ്ഡ് ഓൺ എ സെലക്റ്റഡ് സിഗ്നൽ. അപ്പോൾ നമ്മുടെ ഈ സെലക്റ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ സെലക്ഷൻ ലൈൻ അനുസരിച്ച്, സെലക്റ്റഡ് ലൈൻ അനുസരിച്ചിട്ട് നമ്മൾ ഈ ഇൻപുട്സിൽ ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ സെലക്ട് വൺ ഓഫ് മെനി ഇൻപുട്ട് ലൈൻസ് ബേസ്ഡ് ഓൺ എ സെലക്റ്റഡ് സിഗ്നൽ എന്നുള്ളതാണ് മൾട്ടിപ്ലെക്സറിന്റെ യൂസ് എന്ന് പറയുന്നത്. സോ സിക്സ് ക്വസ്റ്റ്യൻ, എ ഡീമൾട്ടിപ്ലെക്സർ is used to same reverse operation ആണ്. ഡീമൾട്ടിപ്ലെക്സർ അപ്പോൾ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? അവിടെ ഒരു ഇൻപുട്ട് ആണുള്ളത് അല്ലേ. അപ്പോൾ ആ ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ലൈനിൽ നിന്ന് വരുന്ന ഡേറ്റ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ലൈൻസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഡീമൾട്ടിപ്ലെക്സർ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ഇവിടെയും സെലക്ട് ലൈൻസ് ഉണ്ട്, 2 സെലക്ട് ലൈൻസ് ഉണ്ട്. സെലക്ട് ലൈൻസ് അനുസരിച്ച് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്, അതിൻ്റെ യൂസ്. 7th question, device which converts an input device state into a binary representation of. ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം 1s or 0 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് സിഗ്നലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ബൈനറി റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? അതാണ് എൻകോഡർ. സോ എ സർക്യൂട്ട് ദാറ്റ് ചേഞ്ചസ് എ കോഡ്, ഒരു കോഡിനെ തിരിച്ച് എ സെറ്റ് ഓഫ് സിഗ്നൽസ് ആക്കുന്ന എന്താണ്? അതപ്പോൾ എൻകോഡറിന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ അത് ഏതാണ്? എ സർക്യൂട്ട് ദാറ്റ് ചേഞ്ചസ് എ കോഡ് ഇൻ ടു എ സെറ്റ് ഓഫ് സിഗ്നൽസ് ഈസ് കാൾഡ് ഡീകോഡർ.
9th question, the number of input combinations for an n input multiplexer. n input n bit അല്ലാതെ n select lines ഉള്ള മൾട്ടിപ്ലെക്സറിന് എത്ര ഇൻപുട്ട് കോമ്പിനേഷൻസ് ഉണ്ടെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മക്സിന് നമുക്ക് ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ അല്ലേ. നമ്മൾ മുമ്പേ ഒരു 4:1 മക്സ് കണ്ടില്ലായിരുന്നു. അപ്പോൾ 4 ഇൻപുട്സ് ഉണ്ട്, 2 സെലക്ട് ലൈൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇൻപുട്സ് n സെലക്ട് ലൈൻസ് ആണുള്ളതെങ്കിൽ അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2n ആയിരിക്കും. ഈ n ആണ് സെലക്ട് ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2n ഇൻപുട്സും n സെലക്ട് ലൈൻസും ഒരു ഔട്ട്പുട്ടും ആണ് ഈ മക്സിനകത്ത് ഉള്ളത്. അപ്പോൾ ഒരു n ഇൻപുട്ട് മൾട്ടിപ്ലെക്സറിനകത്ത് ഇൻപുട്ടിന് എത്ര കോമ്പിനേഷൻസ് ഉണ്ട്? 2n കോമ്പിനേഷൻസിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 2 ബിറ്റ് അല്ലെ, 2 ഇൻപുട്ട് ആണെങ്കിൽ അത് 0യും 1ഉം വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ രീതി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 00 പറ്റും, 01 പറ്റും, 10 പറ്റും, 11 പറ്റും. 2 ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 കോമ്പിനേഷൻസ് ആണുള്ളത്. അത് എങ്ങനെയാ വന്നത്? 2 ആണ്. അതേപോലെ അല്ല 3 ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ 3 ബിറ്റ് ആണെങ്കിൽ എത്ര കോമ്പിനേഷൻസ് ആണുള്ളത്? 2 ആണ്. അതായത് 8 കോമ്പിനേഷൻ 0 മുതൽ 7 വരെ അല്ലേ. അപ്പോൾ n ഇൻപുട്ട് മൾട്ടിപ്ലെക്സർ ആണെങ്കിൽ അതിന്റെ ഇൻപുട്ട് കോമ്പിനേഷൻസ് എത്രയാണ്? 2n ആണ്. 2n എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ 10th question നോക്കാം. വിച്ച് ഗേറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്ലിമെന്റ് എ ബൈനറി ഡീകോഡർ? ഒരു ബൈനറി ഡീകോഡർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞു ലോജിക് ഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ആൻഡ് ഗേറ്റ് ആണ്. 11th question, a priority encoder is used to. priority encoder ആ പേരിൽ തന്നെ ഉണ്ട്, എൻകോഡിംഗ് ആണ് അവിടെ നടക്കുന്നത്, പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രയോറിറ്റി എന്ത് ചെയ്യുകയാണ്? അസൈൻ പ്രയോറിറ്റി ടു ഡിഫറെന്റ് ഇൻപുട്സ്. വേറെ ഒന്നും വരുന്നില്ലല്ലോ. കമ്പൈൻ മൾട്ടിപ്പിൾ ഇൻപുട്സ് ഇൻറ്റു വൺ ഔട്ട്പുട്ട്, കൺവേർട്ട് ബൈനറി ടു BCD, ആഡ് ബൈനറി നമ്പേഴ്സ്. അപ്പോൾ അതൊന്നും അല്ല. ആൻസർ ഏതാണ്? അസൈൻ പ്രയോറിറ്റി ടു ഡിഫറെന്റ് ഇൻപുട്സ്. അപ്പം പല ഡിഫറെന്റ് ഇൻപുട്സ് ഉണ്ട്, അതിൽ പ്രയോറിറ്റി അസൈൻ ചെയ്ത് കൊടുക്കണം. ആർക്കാണ് പ്രയോറിറ്റി, ആർക്കാണ് ഹയസ്റ്റ് പ്രയോറിറ്റി, ആർക്കാണ് ലോവസ്റ്റ് എന്നുള്ളത് അസൈൻ ചെയ്യുന്നതാണ് പ്രയോറിറ്റി എൻകോഡറിന്റെ യൂസ് എന്ന് പറയുന്നത്. സോ 12th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ പ്രയോറിറ്റി എൻകോഡർ the input with the highest priority is represented by. അപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇൻപുട്ടിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് എന്താണ്? ഹയസ്റ്റ് ബൈനറി വാല്യൂ വെച്ചിട്ടാണ് അല്ലെ. ഹയസ്റ്റ് ബൈനറി വാല്യൂ വെച്ചിട്ടാണ് ഹയസ്റ്റ് പ്രയോറിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ലോവസ്റ്റ് ബൈനറി വാല്യൂ വെച്ചിട്ട് തന്നെ ആയിരിക്കും. Okay, so 13th question. The output of an encoder is typically in. എൻകോഡറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി എന്ത് തന്നെയാണ്? 0 and 1 റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കണ്ടു. സോ എന്താണ്? ബൈനറി ഫോർമാറ്റിലായിരിക്കും. ടിപ്പിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബൈനറി ഫോർമാറ്റ്. Okay, 14th question നോക്കാം. A BCD to 7 segment decoder is used to. ഒരു BCD to 7 segment ഡീകോഡറിന്റെ യൂസ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? BCDയിൽ നിന്ന് 7 സെഗ്മെന്റ് ഡിസ്പ്ലേക്ക് സ്യൂട്ടബിൾ ഫോർമാറ്റിലേക്കുള്ള ഒരു ഫോമിനെ കൺവേർട്ട് ചെയ്യുകയാണ് അല്ലേ. സോ BCD to 7 segment decoder is used to convert BCD to a format suitable for a 7 segment display. Okay, BCDയെ നമ്മൾ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയുടെ സ്യൂട്ടബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡീകോഡർ ആണ് BCD to 7 സെഗ്മെന്റ് ഡീകോഡർ എന്ന് പറയുന്നത്. 15th question, how many inputs does a BCD to 7 segment decoder have? അതിപ്പോൾ നമുക്കറിയാം BCD റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്താണ്? നമ്മൾ ഇപ്പം 0 എന്ന് പറയുന്ന ഒരു നമ്പറിനെ BCD റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു 4 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. 0 0 0 0 എന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ 1 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന BCD റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ്? 0 0 0 1 എന്നാണ്. 4 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് BCDയിൽ നമ്മൾ ഓരോ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ BCD to 7 സെഗ്മെന്റ് ഡീകോഡർ എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻപുട്ട് BCD ഫോർമാറ്റ് ആയിരിക്കും, ഔട്ട്പുട്ട് 7 സെഗ്മെന്റ് ആയിരിക്കും. അപ്പോൾ BCDയെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ബിറ്റ് ആണ് വേണ്ടത്? 4 ബിറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ എത്ര ഇൻപുട്സ് ആണ് അതിന്റെ ഇൻപുട്സിൽ ഉണ്ടാവുക? എത്ര ഇൻപുട്സ് ആണ് ഉണ്ടാവുക BCD to 7 സെഗ്മെന്റ് ഡീകോഡറിന്? 4 ഇൻപുട്സ് ആണ് ഉണ്ടാവുക. ഔട്ട്പുട്ട് അപ്പോൾ എത്രണ്ണായിരിക്കും? BCD to 7 സെഗ്മെന്റ് ഡീകോഡർ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് 7 എണ്ണവും ഇൻപുട്ടിൽ 4 ആണ് ഉണ്ടാവുക BCD to 7 സെഗ്മെന്റ് ഡീകോഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ കോഡിനകത്ത് കോഡ് കൺവേർഷൻസും കോഡ്സ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അവിടെ BCD പറഞ്ഞതാണ് 4 ബിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 16th question, which gate is used to implement a BCD to 7 segment decoder? അപ്പോൾ നമ്മൾ ഡീകോഡറിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ കണ്ടില്ലേ, അത് തന്നെയാണ്. ഏതാണ്? ആൻഡ് ഗേറ്റ് ആണ് BCD to 7 segment ഡീകോഡറിലും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 17th question, a multiplexer with n select lines can select one input from. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മൾട്ടിപ്ലെക്സർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ, പല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു മക്സ് ഉണ്ട്,
അതിന് n സെലക്ട് ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് ഒരു ഔട്ട്പുട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ n സെലക്ട് ലൈൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ഇൻപുട്സിനെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു? എത്ര ഇൻപുട്സ് ആണ്? 2n ഇൻപുട്സ് ആണ്. ഓക്കെ, എ മൾട്ടിപ്ലക്സർ വിത്ത് n സെലക്ട് ലൈൻസ് ക്യാൻ സെലക്ട് 1 ഇൻപുട്ട് ഫ്രം 2n ഇൻപുട്സിൽ നിന്നാണ്. 18th question നേരെ തിരിച്ച് റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. എ demultiplexer with n select lines can distribute data from one input line to എത്ര ആണ്? demultiplexer നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആണല്ലോ. ഒരു ഇൻപുട്ടേ ഉള്ളൂ, n സെലക്ട് ലൈൻസ് ആണുള്ളത്. ഇതിൽ നിന്ന് എത്ര ഡേറ്റ ലൈൻസിലേക്കാണ്, എത്ര ഔട്ട്പുട്ട് ലൈൻസിലേക്കാണ് ഈ ഒരു ഡേറ്റയെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? തിരിച്ച് 2n ഔട്ട്പുട്ട് ലൈൻസ് ആണ് DMUXൽ ഉള്ളത്. n സെലക്ട് ലൈൻസ് ആണ് ഉള്ളെങ്കിൽ 2n ഔട്ട്പുട്ട് ലൈൻസ് അല്ലെങ്കിൽ 2n ഔട്ട്പുട്ട് ലൈൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് n സെലക്ട് ലൈൻസ് വേണം demultiplexerൽ. ഓക്കെ, 19th question construct a 16:1 multiplexer using 2:1. ഓക്കെ, അപ്പോൾ നമുക്കൊരു 16:1 മൾട്ടിപ്ലെക്സർ നമുക്ക് 2:1 അല്ലെങ്കിൽ 2 ഇൻപുട്ട് 1 ഔട്ട്പുട്ട് ഉള്ള മൾട്ടിപ്ലെക്സർ യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര 2:1 മൾട്ടിപ്ലെക്സേഴ്സ് ആണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കൊരു 2n/1 മക്സ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഏതൊരു 2/1 മക്സ് വെച്ചിട്ട് നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ 2n-1 മൾട്ടിപ്ലെക്സേഴ്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇവിടെ 2n പ്ലേസിൽ ഇവിടെ 2n എന്നുള്ളതിന് പകരം നമുക്ക് 16 ആണ് അല്ലേ. ഒരു 2n/1 മൾട്ടിപ്ലെക്സർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 2n-1 അതായത് ഇവിടെ 16-1 15 2/1 മൾട്ടിപ്ലെക്സേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ പറയാം. ഇനി വേറെ രീതിയിൽ ഇതെങ്ങനെ തിരിച്ചു മറിച്ചു 16/1 പകരം വേറെ വല്ല 64/1 എന്നോ 2/1 പകരം വല്ല 4/1 8/1 ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്ത് നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഒരു 16/1 മൾട്ടിപ്ലെക്സർ ആണ്. എന്ത് യൂസ് ചെയ്തിട്ടാണ്? 2/1 മൾട്ടിപ്ലെക്സേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്കത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റ് സ്റ്റേജിൽ ഇവിടെ എത്ര എണ്ണമാണ്? 16 ആണ് ഇൻപുട്സ് ഉള്ളത്. ഇവിടെ നമുക്ക് 2 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ എത്ര എണ്ണം വേണം? 16/2 8 എണ്ണത്തിന്റെ ആവശ്യമുണ്ട്. 16/2 ചെയ്താൽ മതി, 8 എണ്ണം. ദെൻ അഗെയിൻ അടുത്ത സ്റ്റേജിൽ 8/2 എത്ര എണ്ണം വേണം? നമുക്ക് 4 എണ്ണത്തിന്റെ ആവശ്യമുണ്ട്. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അടുത്തത് 4/1 എത്ര എണ്ണം വേണം? നമുക്ക് 2. അഗെയിൻ ഒരു വട്ടം കൊണ്ട് നോക്കാമല്ലോ. അടുത്ത സ്റ്റേജിൽ നമുക്ക് 2/1 = 1 ഒരെണ്ണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 8 4 2 1 എല്ലാം കൂടെ കൂട്ടുമ്പോഴും നമുക്ക് ആൻസർ എന്ത് തന്നെ വരും? 15 എന്ന് വരും. 15. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ 16/1 പകരം വേറെ എന്തെങ്കിലുമോ 2/1 പകരം വേറെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് വരും. അപ്പോൾ ഓരോ സ്റ്റേജിലും എത്ര എണ്ണമാണെന്ന് കണ്ടുപിടിച്ച് ചെയ്താൽ മതി. ഒന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ട് ക്ലിയർ ആയ ക്ലാരിഫിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 2 എണ്ണം കൂടി തരാം. അപ്പം നമുക്കൊരു 2/1 മക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തത് 16:1 അല്ലേ. 16/1 മക്സ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്ത അതേ പരിപാടി. അപ്പം നമുക്ക് എത്ര 2/1 മൾട്ടിപ്ലെക്സേഴ്സ് വേണം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ചെയ്തതാണ്. ഇപ്പം നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റേജിൽ അപ്പോൾ ആദ്യം എന്താണ്? ഈ 16 ഉണ്ട് 2 ഉണ്ട്. ഫസ്റ്റ് 16/2 ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് 16/2 അതായത് 8 എണ്ണത്തിന്റെ ആവശ്യമുണ്ട്. അടുത്ത സ്റ്റേജിൽ നമുക്ക് 8/2 അതായത് 4 എണ്ണത്തിന്റെ ആവശ്യമുണ്ട്. അടുത്ത സ്റ്റേജിൽ 4/2 അതായത് 2ഉം ലാസ്റ്റ് സ്റ്റേജിൽ 2/2 = 1. അപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ എത്രയാണ്? 15 2/1 മക്സിന്റെ ആവശ്യമുണ്ട് നമുക്കൊരു 16/1 മക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. സോ ഇനി അടുത്ത കേസ് നോക്കാം. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്കൊരു 16/1 മക്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് 4:1 അല്ലെങ്കിൽ 4/1 മക്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം 16നെ 4 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 16/4 എത്രയാണ്? നമുക്ക് 4 മൾട്ടിപ്ലെക്സേഴ്സ് ഫസ്റ്റ് സ്റ്റേജിൽ ആവശ്യമാണ്. എഗെയിൻ നമുക്ക് ഈ 4/4 ചെയ്യാൻ പറ്റുമല്ലോ. സോ 1. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേ 4 + 1 നമുക്ക് എത്ര എണ്ണം ആവശ്യമുണ്ട്? 5 എണ്ണത്തിന്റെ ആവശ്യമുണ്ട്. 5 4:1 മൾട്ടിപ്ലെക്സേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു 16:1 മൾട്ടിപ്ലെക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. നമുക്ക് 4:1 മൾട്ടിപ്ലെക്സേഴ്സ് യൂസ് ചെയ്തിട്ട് 64:1 മൾട്ടിപ്ലെക്സർ ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 64ഉം 4ഉം കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് 64/4
അപ്പോൾ എത്ര കിട്ടും? 16 മൾട്ടിപ്ലെക്സേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ദെൻ 16/4 അപ്പോൾ എത്രയായി? 4 മൾട്ടിപ്ലെക്സിൻ്റെ ആവശ്യമുണ്ട്. ദെൻ അഗെയിൻ 4/4 നമുക്ക് ഒരു മൾട്ടിപ്ലെക്സിൻ്റെ ആവശ്യമുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയ ആൻസർ എത്രയായി? 21. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് 8:1 യൂസ് ചെയ്തിട്ട് 64:1 നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. 64ഉം 8ഉം കൂടി ഡിവൈഡ് ചെയ്യുക. 64/8 എന്ന് പറയുമ്പോൾ 8 ആയി. എഗെയിൻ ഒരു തവണ കൂടെ പറ്റുമല്ലോ. 8/8 = 1. ടോട്ടൽ നമുക്ക് 8 + 1 9 മൾട്ടിപ്ലെക്സേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ലാസ്റ്റ് വൺ നോക്കാം. 8:1 യൂസ് ചെയ്തിട്ട് നമുക്ക് 256/1 ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. സോ 256/8 നമുക്ക് എത്ര കിട്ടുക? 32 എന്ന് കിട്ടും. എഗെയിൻ 32/8 നമുക്ക് 4 കിട്ടും. അടുത്തത് 4 എണ്ണത്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്തായാലും 8ൻ്റെ കോമ്പിനേഷനുള്ള ഒരെണ്ണം നമുക്ക് വേണമല്ലോ. നല്ലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ, പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഒരു 8:1 മൾട്ടിപ്ലെക്സ് ഉണ്ടായാലല്ല ഈ ബാക്കി 4 എണ്ണത്തെയും കൂടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ എത്ര വേണം? 32 ഉണ്ട്, 4 ഉണ്ട്, ദെൻ ഇവിടെ ഒരു 1 ഉണ്ട്. ടോട്ടൽ 37 8:1 മൾട്ടിപ്ലെക്സേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് 256/1 മക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മനസ്സിലായി കാണുമല്ലോ ആ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20th question, a device which converts a decimal input number to binary. Decimal input numberനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? എൻകോഡർ ആണ് അല്ലേ? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തല്ലേ ബൈനറി ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ കോഡ് ചെയ്യുന്നതെല്ലാം എന്താണ്? എൻകോഡേഴ്സ് ആണ്. 21. Which of the following is the output A1 A0 for an encoder with 2 bits Y3 Y2 Y1 Y0? ആ ഇൻപുട്ട് തന്നിട്ടുണ്ട് 1 0 0 0. അപ്പോൾ ഇത് 4 ബിറ്റ് ഇൻപുട്ട് ആണ്, 2 ബിറ്റ് ഔട്ട്പുട്ടും ആണ്. 4 to 2 കൺവേർഷൻ ആണ്. 4 to 2 എൻകോഡർ ആണ് ഇവിടെ. 4 ഇൻപുട്ട് ലൈൻസും 2 ഔട്ട്പുട്ട്സും ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കൺവേർഷൻ? നമുക്ക് 4 ഇൻപുട്ട്സ് ആണ് ഉള്ളത്. അതാണ് Y3 Y2 Y1 Y0 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഔട്ട്പുട്ട്സ് ആണുള്ളത് A2 A1. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒന്ന് ആക്റ്റീവ് ആകുമ്പോൾ ഏത് ബിറ്റാണോ ആക്റ്റീവ് ആകുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. Y0 1 ആവുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 0. നമ്മൾ 0 എങ്ങനെയാണ് 2 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക? അതുപോലെ എഴുതിയാൽ മതി. അടുത്തത് Y1 ആണ് 1, ബാക്കിയെല്ലാം 0 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയാണ്? നമ്മൾ 1നെ 2 ബിറ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? 0 1. അടുത്തത് Y2 ആണ് ഹൈ എന്ന് വിചാരിക്കുക. ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 0. 2നെ നമ്മൾ 2 ബിറ്റിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? 1 0. അതേപോലെ ലാസ്റ്റ് 1 0 0 0 അല്ലെങ്കിൽ Y3 മാത്രമാണ് ഹൈ എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയാണ്? Y3. 3നെ നമ്മൾ ബൈനറി റെപ്രസെൻറ്റ് ചെയ്തില്ലേ? 1 1. അതുപോലെയാണ്. ഇവിടെ നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 1 0 0 ആണ്. അതായത് Y3 ആണ് 1, ബാക്കിയെല്ലാം 0. അപ്പോൾ നമ്മൾ 3യെ എങ്ങനെയാണ് ബൈനറി റെപ്രസെൻറ്റ് ചെയ്യുക? 2 ബൈറ്റ് റെപ്രസെൻറ്റേഷൻ 1 1 1 1 എന്നുള്ളതാണ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നോക്കി, ഇത് 8 to 3 ടൈപ്പ് എൻകോഡർ ആണ്. അതായത് 8 ഇൻപുട്ടും 3 ഔട്ട്പുട്ട്സും ആണ്. 8 ഇൻപുട്ട് ലൈൻസും 3 ഔട്ട്പുട്ട് ലൈൻസും ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ വരെ D7 to D0. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ Y7 ആണ്. ഇത് D7 D6 D5 D4 D3 D2 D1 D0. 7 ഇൻപുട്ട് ലൈൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ എല്ലാ ഇൻപുട്ടും 0 ആണ്, പക്ഷെ Y0 1 ആണെന്ന് വരികണ്ടോ? Y0 1 ഫസ്റ്റ് കേസ്. Y0 1 ആണെങ്കിൽ 0യെ നമ്മൾ എങ്ങനെയാണ് 3 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക? 0 0 0. അപ്പോൾ അതാണ് ഔട്ട്പുട്ട്. ഇനി അടുത്തത് Y1 ആണ് ഹൈ എന്ന് വിചാരിക്കുക. 1നെ നമ്മൾ എങ്ങനെയാണ് 3 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക? 0 0 1. അപ്പോൾ അതാണ് ഔട്ട്പുട്ട്. ഇവിടെ നമ്മുടെ ഇൻപുട്ട് ഏതാണ്? 0 0 0 0 1 0 0 എന്നുള്ളതാണ്. അതായത് ആദ്യം 4 സീറോസും 4 എണ്ണം 0, പിന്നെ ഒരെണ്ണം 1. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? D3 ആണ് ഹൈ എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം 0 ആണ്. D3 1 ആയതുകൊണ്ട് തന്നെ 3യെ നമ്മൾ എങ്ങനെയാണ് 3 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക? അതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്? 0 1 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്, ഓപ്ഷൻ എ. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് 23. An encoder uses dash in IC technology. IC ടെക്നോളജിയിൽ ഒരു എൻകോഡർ ഏതൊക്കെ കമ്പോണൻസ് യൂസ് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ ആക്റ്റീവ് കമ്പോണൻസ്, ഓപ്ഷൻ ബി ഗേറ്റ്സ്, ഓപ്ഷൻ സി ഇലക്ട്രോണിക് കമ്പോണൻസ്. ഗേറ്റ്സ് നമുക്കറിയാം, ആക്റ്റീവ് കമ്പോണൻസും ഗേറ്റ്സും ഇലക്ട്രോണിക് കമ്പോണൻസും നമ്മൾ IC ടെക്നോളജിയിൽ എൻകോഡേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. സോ 24th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡീകോഡർ? ഡീകോഡർ അല്ലാത്തത് ഇവിടെ ഏതാണെന്നാണ് ചോദ്യം. 4 to 2 എന്ന് പറയുന്നത് നമുക്കറിയാം, അത് എൻകോഡർ ആണ്. പിന്നെ 3 to 8 ഒരു ഡീകോഡർ ആണ്. 4 to 16 ഡീകോഡർ ആണ്.
5 to 32 is also a decoder. അപ്പോൾ ഇവിടെ decoder അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 4 to 2 അത് എന്താണ്? അത് encoder ആണ്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the followings are the examples of decoder? ഡീകോഡറിന്റെ എക്സാമ്പിൾസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 3 to 8 ഡീകോഡർ നമുക്കറിയാം. BCD to decimal is also a decoder. Then demultiplexer അതും ഒരു ഡീകോഡറിന് എക്സാമ്പിൾ തന്നെയാണ്. ഇത് മൂന്നും 3 to 8 ഡീകോഡറും BCD to decimalഉം അതുപോലെ തന്നെ demultiplexerഉം ഡീകോഡേഴ്സിന് എക്സാമ്പിൾ ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓക്കെ, സോ അപ്പോൾ 25 പ്രീവിയസ് ഇയർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മക്സ്, ഡിമക്സ്, ഡീകോഡർ ആൻഡ് എൻകോഡർ. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.